ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം കുട്ടികളെ നമ്മുടെ സുഹൃത്തായിട്ട് കാണുകയും ഈക്വലായിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഒരു സബ്ജക്റ്റ് ഞാൻ ക്ലാസ് എടുക്കുക ന്യൂ മീഡിയ ഞാൻ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ്സാണ്. അപ്പോൾ ന്യൂ മീഡിയയുടെ തിയറി ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ന്യൂ മീഡിയ എന്നൊരു സാധനത്തെ വളരെ കൃത്യമായിട്ട് എന്നേക്കാൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നത് മാതൃഭൂമിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അബിയാണ്, എൻ്റെ സ്റ്റുഡൻ്റാണ്. അബിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാം, ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ അബിയോട് തലേദിവസം പറയാം, അബി നാളെ നീയാണ് ക്ലാസ് എടുക്കുന്നത്, മൊഡ്യൂൾ ഇന്നാന്ന് പറഞ്ഞാൽ അബിക്ക് മൊഡ്യൂൾ കൊടുക്കും. ഞാൻ അവൻ്റെ സ്റ്റുഡൻ്റായിട്ട് അവിടെ കേട്ടിരിക്കും. ഇപ്പോൾ പോലും എനിക്കൊരു ഫോൺ വാങ്ങാൻ ഞാൻ അബിയെ വിളിക്കാം, അബി എനിക്കൊരു ഫോൺ വേണം. ഞാൻ അവരെ പരീക്ഷയുടെ തലേദിവസം അവിടുത്തെ കുട്ടികളെ വിളിച്ചിട്ട് അവരോട് കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരും നമ്മുടെ പരീക്ഷ നോക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇനി വന്നാൽ പോലും തൊട്ടിൽപ്പാല അങ്ങാടിയിൽ നിന്നൊരു ജീപ്പ് കരിങ്ങാടേക്ക് പുറപ്പെട്ടാൽ നമുക്ക് വിവരം കിട്ടും, തൊട്ടിൽപ്പാലത്ത് നിന്ന് ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും ഒരാൾ കോപ്പി അടിച്ചാൽ പിറ്റേ ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. അന്നത്തെ കാലത്ത് ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് നിരന്തരമായിട്ട് കവിത എന്ത് ചെയ്യും, മാസിക അയച്ചു, പ്രത്യേകിച്ച് മാതൃഭൂമിക്ക് അയക്കും, പ്രധാനമായിട്ട് അയക്കും, അവിടെ നിന്ന് തിരിച്ചു വന്നാലാണ് വേറെ ആൾക്ക് അയക്കുക. അതേപോലെ ഒരു കവിതയാണ് വായനശാലയിലേക്ക് വരരുത് നീ എൻ ദൈവം എന്നുള്ള കവിത. അപ്പോൾ അത് എഴുതിയ സമയത്ത് അത്രയൊന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉൾക്കൊള്ളാണ്ടാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് അച്ഛൻ റിട്ടയർ ചെയ്തതിന് ശേഷമാണല്ലോ തൊട്ടിൽപ്പാലത്ത് പോകുന്നത്. അപ്പൊ അച്ഛന്റെ ജീവിതത്തിലെ വേറൊരു ഫേസ് ആണത്, ഒരു കോളേജ് പ്രിൻസിപ്പൽ എന്നുള്ള. അപ്പൊ അതുവരെ അച്ഛൻ നേരിട്ട് അധ്യാപനമായിട്ട് ബന്ധം ഇല്ലാത്ത ഒരാളായിരുന്നു. അപ്പൊ ആ ഒരു പിന്നീടുള്ള ജീവിതത്തിനെ അതെങ്ങനെയാണ് ഇൻഫ്ലുവൻസ് ചെയ്തത്? അധ്യാപനം എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ നഷ്ടപ്രണയങ്ങൾ എന്നൊക്കെ പറയില്ല, ജീവിതത്തിൽ അങ്ങനെ ചിലതുണ്ടാവും. അതുപോലെ എൻ്റെ ജീവിതത്തിൽ എപ്പോഴും ഒരു നഷ്ടപ്രണയമായിരുന്നു അധ്യാപനം എന്നുള്ള തൊഴിൽ. അധ്യാപനം ഞാൻ പലപ്പോഴും ചെയ്തിട്ടുണ്ട്. ഞാൻ ലോ കോളേജിൽ ഇപ്പോൾ വലിയ ദാരിദ്ര്യമുള്ള കാലത്ത് SLC ഒക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തൊട്ടടുത്ത 1-2 വീട്ടുകളിലെ കുട്ടികൾക്ക് ട്യൂഷൻ കൊടുത്തിട്ട് അവർ തരുന്ന കാശൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അന്ന് മുതൽക്കേ പഠിപ്പിക്കൽ എനിക്കിഷ്ടമാണ്. കുട്ടികളെ പീഡിപ്പിക്കാതെ അവരെ ഉപദ്രവിക്കാതെ പഠിപ്പിക്കാൻ എനിക്കറിയാം. അങ്ങനെ അത് എനിക്കറിയാം. അത് അപ്പോൾ ലോ കോളേജിൽ ചേർന്ന് കഴിഞ്ഞാൽ അപ്പോൾ AISF ജില്ലാ സെക്രട്ടറിയൊക്കെ ആയിട്ട് പ്രവർത്തിച്ച് ഗുരുവായൂരപ്പൻകുളയിലെ പഠനകാലം വളരെ സമരം ഒക്കെ ആയിട്ടുള്ള കാലമാണ്. അത് കഴിഞ്ഞ് ലോ കോളേജിൽ ചേർന്നപ്പോൾ എനിക്ക് കുറച്ചുകൂടെ കാശ് വേണം. അപ്പോൾ ഗുരുവായൂരപ്പൻകുളയിലാണ് എനിക്ക് നടന്നു പോയിട്ടും വരാം, വലിയ കാശൊന്നും ആവശ്യമില്ല. ലോ കോളേജിൽ വന്നപ്പോൾ ബസ്സിന് തിരിച്ചു വരാനും തിരിച്ചു പോകാനും ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനൊക്കെ കാശ് വേണം. അപ്പോൾ അങ്ങനെ വന്ന സമയത്ത് ഗുരുവായൂരപ്പൻകുളം ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ ഒരു ട്യൂഷൻ കോളേജ് EC ട്യൂഷൻ ഉണ്ട്, അങ്ങനെ ഒരു ട്യൂഷൻ സെൻ്റർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ പെൺകുട്ടികൾ മാത്രമുള്ളൊരു കോളേജാണ്, പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കുട്ടികളാണല്ലോ, ഒരു 10-200 കുട്ടികളുള്ള ഒരു കോളേജാണ്. അവിടെ ക്ലാസ് എടുക്കാൻ വേണ്ടി ഒരാൾ എൻ്റെ വളരെ അടുത്തൊരു സുഹൃത്തുണ്ട്, EC സതീശൻ, അവൻ്റെയാണ് ആ കോളേജ്, അവനും കൂടെ ഓണർഷിപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ക്ലാസ് എടുക്കാൻ വേണ്ടി എന്നോട് പറയാം. അവിടെ ഞാൻ അപ്പോൾ ലോ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ ഞാനിവിടെ ക്ലാസ് എടുക്കുന്നുണ്ട്. അപ്പോഴും കുട്ടികളെ ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കാറുള്ളൊരു കാര്യം കുട്ടികളെ നമ്മുടെ സുഹൃത്തായിട്ട് കാണുകയും ഈക്വലായിട്ട് കാണുകയും ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഈ കാലത്ത് ഞാൻ കോളേജ് യൂണിവേഴ്സിറ്റി ജോലി ചെയ്യുന്ന സമയത്തൊക്കെ പല പല ക്ലാസ്സുകൾ ഞാൻ എടുക്കുന്നുണ്ട്. പരിഷത്തിൻ്റെ പിന്നെ വേദികളിൽ ക്ലാസ് എടുക്കുന്നുണ്ട്. അതുപോലെ സ്കൂളുകളിൽ നിരന്തരമായിട്ട് പോയി കുട്ടികളോട് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പൊതുവെ ക്ലാസ് എടുക്കാനും കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ്. ഈ ഒരു പശ്ചാത്തലം മനസ്സിലുള്ളത് കൊണ്ടും കൂടിയാണ് തൊട്ടിൽപ്പാലത്ത് പ്രിൻസിപ്പളിൻ്റെ ഒരു പോസ്റ്റ് വന്ന സമയത്ത് എൻ്റെ സുഹൃത്ത് തന്നെയാണ് ദീപ്തിഷാണ് എന്നെ അവിടേക്ക് വിളിക്കുന്നത്. അപ്പോൾ ഞാൻ ആ ചുമതല ഏറ്റെടുക്കുന്നത്. അപ്പോൾ അവിടെ പോയ സമയത്തും ഉണ്ടാകുന്ന എനിക്കത് എൻ്റെ കുറച്ചുകൂടെ പിന്നെ എന്താ പറയുക, ഞാൻ കോൺഫിഡൻ്റ് അധ്യാപകൻ എന്നുള്ള തരത്തിലുള്ള എൻ്റെ റോൾ ഞാൻ കോൺഫിഡൻ്റ്. അവിടെയുള്ള PGക്കുള്ള കുട്ടികൾ മാത്രമേ ഉള്ളൂ, 15 പേരെ ആകെ അഡ്മിറ്റ് ചെയ്യുള്ളൂ. MA എന്നുള്ളൊരു കോഴ്സ്, മാസ്റ്റർ ഓഫ് ജേർണലിസം ആൻഡ് ഫിലിം മേക്കിംഗ് അങ്ങനെയുള്ള കോഴ്സാണ്. അപ്പം അവിടെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് കുട്ടികളും ഞാനുമായിട്ടുള്ള ഭയങ്കര ഒരു സൗഹൃദം എനിക്ക് ഉണ്ടാക്കാൻ പറ്റി. അവിടെ പഠിച്ച കുട്ടികളൊക്കെ ഇപ്പം ഒന്ന് മറ്റേ പല സ്ഥാപനങ്ങളിലും മാധ്യമപ്രവർത്തകരായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ദീപക് ഉണ്ട്, 24-ലാണ് ഇപ്പം ദീപക്. അതുപോലെ മാതൃഭൂമിയിൽ പിന്നെ അഞ്ജനയുണ്ട്, അതുപോലെ അബിയുണ്ട്. അങ്ങനെ എല്ലാ കുട്ടികളും ഓരോ പിന്നെ ജേർണലിസ്റ്റിൻ്റെ വേദിയിൽ തന്നെ മിക്കവാറും എല്ലാ കുട്ടികളും പല മാധ്യമങ്ങളിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരുമായിട്ടുള്ളൊരു അധ്യാപകൻ എന്നുള്ള നിലക്ക് അവരെ സ്നേഹിക്കാനും അവരെ പീഡിപ്പിക്കാതെ അവർ പറയുന്നത് ഇപ്പോൾ ഒരു ദിവസം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുമ്പോൾ അവർ പറയണം സർ ഇന്ന് മതി, എന്നാൽ ശരി ഇന്ന് മതി എന്ന് പറയുന്നു. അല്ലെങ്കിൽ ഇപ്പോൾ എനിക്കറിയുന്നതിനേക്കാൾ കൂടുതൽ വേറെ ഒരു സബ്ജക്റ്റ് ഞാൻ ക്ലാസ് എടുക്കുക ന്യൂ മീഡിയ ഞാൻ എടുത്തുകൊണ്ടിരുന്ന ക്ലാസ്സാണ്. അപ്പോൾ ന്യൂ മീഡിയയുടെ തിയറി ഒക്കെ പറഞ്ഞിട്ട് എനിക്ക് പഠിപ്പിക്കാൻ പറ്റും. പക്ഷേ ന്യൂ മീഡിയ എന്നൊരു സാധനത്തെ വളരെ കൃത്യമായിട്ട് എന്നേക്കാൾ നന്നായിട്ട് യൂസ് ചെയ്യുന്നത് മാതൃഭൂമിയിൽ ഇപ്പോൾ വർക്ക് ചെയ്യുന്ന അബിയാണ്, എൻ്റെ സ്റ്റുഡൻ്റാണ്. അബിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഞാൻ എന്താ ചെയ്യാം, ഒരു പ്രത്യേക തരത്തിലുള്ള പ്രാക്ടിക്കലായിട്ടുള്ളൊരു കാര്യം ക്ലാസ് എടുക്കുകയാണെങ്കിൽ ഞാൻ അബിയോട് തലേദിവസം പറയാം, അബി നാളെ നീയാണ് ക്ലാസ് എടുക്കുന്നത്, മൊഡ്യൂൾ ഇന്നാന്ന് പറഞ്ഞാൽ അബിക്ക് മൊഡ്യൂൾ കൊടുക്കും. ഞാൻ അവൻ്റെ സ്റ്റുഡൻ്റായിട്ട് അവിടെ കേട്ടിരിക്കും, അവൻ്റെ ക്ലാസ് കേട്ടിരിക്കും. അപ്പോൾ അവനൊന്ന് വളരെ ആവശ്യത്തോടെ ക്ലാസ് എടുക്കുകയും കുട്ടികൾക്കൊക്കെ അത് വലിയ ഇഷ്ടമാവുകയും ചെയ്യും. ഇപ്പോൾ പോലും എനിക്കൊരു ഫോൺ വാങ്ങാൻ ഞാൻ അബിയെ വിളിക്കാം, അബി എനിക്കൊരു ഫോൺ വേണം. അപ്പം അങ്ങനെ നമ്മുടെ കുട്ടികളെ നമ്മൾ പഠിപ്പിക്കുന്ന വിദ്യാർത്ഥികളെ
ഒരു അധികാരത്തിലൂടെ അല്ലാതെ, പ്രിൻസിപ്പൾ എന്നോ അധ്യാപകൻ എന്നുള്ളൊരു അധികാരത്തിലൂടെ അല്ലാതെ സ്നേഹം കൊണ്ട് കീഴടക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. അവരെ കൂടെ അപ്പോൾ ഞാനൊരു ദിവസം എന്തെങ്കിലും കാരണത്തിൽ ഞങ്ങൾ തമ്മിൽ ചിലപ്പോൾ ഇടയ്ക്ക് പിണങ്ങുകയൊക്കെ ചെയ്യും. പിണങ്ങിച്ച് ചീറ്റൊന്നും പറയില്ല, ഞാൻ മിണ്ടാണ്ടിരിക്കും. അപ്പോൾ തമാശ ഒന്നും പറഞ്ഞിട്ടില്ല, ക്ലാസ്സിലൊന്നും മിണ്ടുന്നില്ലെങ്കിൽ ഉച്ചവരെയൊക്കെ ഞാൻ ഉച്ചയ്ക്ക് ഓരോരുത്തരായിട്ട് വരും. സാറൊന്നും രാവിലെ ഒന്നും മിണ്ടില്ല, എന്താ പ്രശ്നം ചോദിച്ചു. അങ്ങനെ കുറേ, അപ്പോൾ അവിനാശ് ഉണ്ട്, അവിടുത്തെ കുറേ കുട്ടികൾ ഇപ്പോഴും എൻ്റെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ്. ആ കാലം, അവിടെ പഠിപ്പിച്ചിരുന്ന ഒരു കാലം എനിക്ക് കൂടുതൽ പഠിക്കാൻ പറ്റിയെന്നുള്ളതാണ് പ്രത്യേകത. കാരണം ഞാനൊരു PG ജേർണലിസ്റ്റിനൊരു PG എടുക്കുന്നത് അവിടെ പഠിപ്പിച്ച് ഏകദേശം കഴിയുന്ന ഒരു സമയത്താണ്. കാരണം മിക്കവാറും എല്ലാ പേപ്പേഴ്സും, ജേർണലിസ്റ്റിൻ്റെ എല്ലാ പേപ്പേഴ്സും ഞാനവിടെ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു, പലപ്പോഴും മാറി മാറി ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നു. അവിടെ വേറെ ഒരു കാര്യം എനിക്ക് തോന്നിയത് വെച്ചാൽ, നമ്മൾ കുട്ടികളെ സ്നേഹിച്ചാൽ കുട്ടികൾ അച്ചടക്കമുള്ളവരായി മാറും എന്നുള്ളതാണ്. പലപ്പോഴും അതൊരു സെൽഫ് ഫൈനാൻസിങ് കോളേജായിരുന്നു, അൺഎയ്ഡഡ് കോളേജാണ്. പലപ്പോഴും അൺഎയ്ഡഡ് കോളേജിനെ പറ്റി പറയുന്നത് വെച്ചാൽ അവിടെ കോപ്പി അടിക്കും, തോന്നിയമായിട്ട് സ്വാതന്ത്ര്യം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ കോളേജ് എന്ന് പറഞ്ഞാൽ തൊട്ടിൽപ്പാലത്ത് നിന്നും കുറേ കരിങ്ങാട് എന്നുള്ള സ്ഥലത്തൊരു മലമ്പ്രദേശമാണ്, ചുരം കയറി പോകണം. അപ്പം ഞാനവിടെ വന്ന് ഞാൻ വന്നതിൻ്റെ ഒരു അടുത്ത ആഴ്ച അവിടെ പരീക്ഷ നടക്കണം. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ട് ഇവരെങ്ങനെയാണ് പെരുമാറുന്നത്, കോപ്പി അടിക്കുന്നുണ്ടോ എനിക്കറിയില്ല. അപ്പോൾ പിറ്റേ ദിവസം എൻ്റെ നേതൃത്വത്തിൽ ആ പരീക്ഷ നടക്കണം. ഞാൻ അവരെ പരീക്ഷയുടെ തലേദിവസം അവിടുത്തെ കുട്ടികളെ വിളിച്ചിട്ട്, പരീക്ഷയുടെ 2 ദിവസം മുമ്പ് വിളിച്ചിട്ട് അവരോട് കാര്യം പറഞ്ഞു. ഇവിടെ ഇപ്പം യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ആരും നമ്മുടെ പരീക്ഷ നോക്കാൻ വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്നെ അവർക്കറിയാം, സൈജൻ സാറാണ് അവിടെ ഉള്ളത്. ഇപ്പം നമ്മളവിടെ പെട്ടെന്ന് കൊണ്ടുവച്ചാൽ അവർ വരില്ല. ഇനി വന്നാൽ പോലും തൊട്ടിൽപ്പാല അങ്ങാടിയിൽ നിന്നൊരു ജീപ്പ് കരിങ്ങാടേക്ക് പുറപ്പെട്ടാൽ നമുക്ക് വിവരം കിട്ടും, തൊട്ടിൽപ്പാലത്ത് നിന്ന് ജീപ്പ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ രഹസ്യങ്ങളൊക്കെ ഒളിപ്പിച്ച് വെക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്കൊക്കെ വേണമെങ്കിൽ എന്ത് ചെയ്യാം, ആരും പഠിക്കാതെ എല്ലാ പരീക്ഷയും കോപ്പി അടിച്ചാലും ആരും അറിയാൻ പോകുന്നില്ല. ഇനി നിങ്ങൾ കോപ്പി അടിച്ച് ഞാൻ പിടിച്ചെന്ന് വയ്ക്കാം, ഞാൻ നിങ്ങളെ അതിൻ്റെ പേരിൽ പീഡിപ്പിക്കാനോ നിങ്ങൾക്കെതിരെ കേസ് ചാർജ് ചെയ്യാനോ നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാനോ എനിക്ക് ഇഷ്ടമാണ്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾ ആരെങ്കിലും ഒരാൾ കോപ്പി അടിച്ചാൽ പിറ്റേ ദിവസം ഞാനിവിടെ ഉണ്ടാവില്ല. കാരണം ഞാൻ യൂണിവേഴ്സിറ്റിയിൽ ഇത്ര വർഷം, ഒരു 19 വർഷം വളരെ മാന്യമായിട്ട് ഒരു 5 പൈസ കൈക്കൂലി വാങ്ങിക്കാതെ, ഒരു ചീത്തപ്പേരും ഇല്ലാതെ മാന്യമായി ജീവിക്കാനുള്ള പെൻഷനോട് കൂടിയാണ് റിട്ടയർ ചെയ്തത്. ഇനിയിപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ നിൽക്കുന്ന കാലത്ത് കോപ്പി അടിക്കാൻ വേണ്ടി സഹായിച്ചിട്ട് ഒരു ചീത്തപ്പേരിൽ പോകാൻ എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് ഞാനിവിടെ ഉണ്ടാവില്ല. അത്ര മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പിറ്റേ ദിവസം മുതൽക്കൊന്നും മാത്രമല്ല, പിന്നീട് ഒരിക്കലും അവിടുത്തെ ഒരു കുട്ടിയും കോപ്പി അടിച്ചിട്ടില്ല. മാത്രമല്ല, ഞാനാണ് പരീക്ഷയ്ക്ക് നോക്കിയിരുന്ന സമയത്ത് നൂല് കെട്ടാനുള്ള സമയം കൊടുക്കും. ഇപ്പം 3 മണിക്ക് അവസാനിക്കേണ്ട പരീക്ഷയാണെങ്കിൽ 5 മിനിറ്റ് മുമ്പ് പറഞ്ഞ് അവസാനം നൂല് കെട്ടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതിനുള്ള സമയം കൊടുക്കും. കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഈ കുട്ടികളെ, എൻ്റെ സീനിയർ സ്റ്റുഡൻസിനെ ഇൻവിജിലേറ്റേഴ്സ് ആയിട്ട് വെക്കും. അവർ നൂല് കെട്ടാനുള്ള സമയം പോലും കൊടുക്കില്ല, അത്രയും സ്ട്രിക്റ്റ് ആയിട്ടാണ്. അതിൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, ആ കോളേജ് പിന്നെ കോളേജിൻ്റെ അത് പിന്നെ വയബിൾ അല്ലാത്തതുകൊണ്ട് അത് നിർത്തി. പക്ഷേ ആ കോളേജ് ഞാൻ പോകുന്ന ആ ഒരു കൊല്ലത്തോടുകൂടിയാണ് അത് നിർത്തിയിട്ടുണ്ട്. 4 കൊല്ലമാണ് ഞാൻ അവിടെ ഉണ്ടായിരുന്നത്. ഒരൊറ്റ കുട്ടിക്ക് പോലും ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. അത് ബിടെക്കിന് സാധാരണ നമ്മൾ പ്രൊഫഷണൽ കോഴ്സുകൾക്കൊക്കെ സാധാരണ ഏതെങ്കിലുമൊക്കെ ബാക്ക് പേപ്പർ ഉണ്ടാവും. കുട്ടികൾ കോഴ്സ് കഴിഞ്ഞ് പോരുമ്പോൾ ഒരൊറ്റ കുട്ടിക്കും ബാക്ക് പേപ്പർ ഉണ്ടായിരുന്നില്ല. മാത്രമല്ല, എല്ലാ കുട്ടികളും മാന്യമായിട്ടുള്ള ഓരോ സ്ഥലത്ത് ജോലിയിൽ പ്രവേശിക്കുകയും ചെയ്തു. അത് എൻ്റെ ഒരു മിടുക്കൊണ്ടോ അല്ല, ക്ലാസ് എടുത്ത അധ്യാപകരുടെ മിടുക്കൊണ്ടോ അല്ല, യഥാർത്ഥത്തിൽ ആ കുട്ടികളുടെ ആത്മാർത്ഥതയാണ്. കുട്ടികൾ അവരുടെ പഠനത്തിൽ അവർ താല്പര്യം കാണിക്കണം, അത് അവരുടെ ഉത്തരവാദിത്തമാണ്. ആരെങ്കിലും പേടിച്ചിട്ടല്ല, പ്രിൻസിപ്പൾ എന്താ ചെയ്യുന്നോ എന്നും പേടിച്ചിട്ടല്ല. ഞങ്ങളോട് കാണിക്കുന്ന മാന്യതയാണെന്ന് വെച്ചിട്ട് അവരെ ആ ഉത്തരവാദിത്തം ഏറ്റെടുത്തോളൂ. മാത്രമല്ല, കോപ്പി അടിക്കാനൊരു അവസരം ഉണ്ടാവില്ല എന്ന് തോന്നിയാണ്ടല്ലോ, അതിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മൾ കുട്ടികളെല്ലാവരും പഠിക്കും. കാരണം ഇത് വേറെ നോക്കാനില്ലല്ലോ, പഠിക്കാനല്ലോ. അപ്പോൾ വേഗം വളരെ എളുപ്പത്തിൽ പഠിക്കും. പിന്നെ ജയിക്കാൻ ആവശ്യമായിട്ടുള്ള, യൂണിവേഴ്സിറ്റിയിൽ ഇത്രയും കാലത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ജയിക്കാൻ ആവശ്യമായിട്ടുള്ള ചില ടെക്നിക്സൊക്കെ ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കുക. അതിൽ പ്രധാന ടെക്നിക്സ് പറഞ്ഞാൽ ഒരു രഹസ്യമൊന്നുമില്ല. കഴിഞ്ഞ ഒരു 3-4 വർഷം വന്നിരിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പർ പരീക്ഷ നടക്കുന്നതിന് മുമ്പ് തന്നെ ഞാൻ പരീക്ഷയ്ക്ക് ഇടുകയും ആ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ അവരെ കൊണ്ട് പരീക്ഷ എഴുതിക്കുകയും ആ ഉത്തരക്കടലാസ് അനലൈസ് ചെയ്യുകയും ചെയ്യും. ആർക്കാണ് മാർക്ക് കുറഞ്ഞിരിക്കുന്നത്, ആർക്കാണ് മാർക്ക് കൂടിയിരിക്കുന്നത്, എന്തുകൊണ്ട് മാർക്ക് കുറഞ്ഞത് അനലൈസ് ചെയ്യും. അപ്പോൾ ഈ 3-4 പേപ്പർ അനലൈസ് ചെയ്ത് പരീക്ഷ എഴുതി കഴിയുമ്പോൾ അവർക്ക് അടുത്തൊരു പരീക്ഷ എങ്ങനെ ചോദ്യം വന്നാൽ അതിനെ ഫേസ് ചെയ്യാനുള്ളൊരു ധൈര്യം വരും. അതാണ് അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇപ്പം എന്താ പറയാ, അച്ഛനിപ്പോൾ നമ്മൾ വളരെ ആത്മാർത്ഥമായിട്ട് മനസ്സ് പൊള്ളി എഴുതിയ ഒരു സാധനം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അത്രയൊന്നും നമ്മൾ എഫേർട്ട് ഇല്ലാതെ എഴുതിയ ഒരു സാധനം പെട്ടെന്ന് വല്ലാതെ പോപ്പുലർ ആവുന്നു, അങ്ങനെ അച്ഛൻ എന്തെങ്കിലും അച്ഛന് എന്താ പറയാ വളരെ ക്ലോസ് ടു ഹാർട്ട് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു സാധനം വേണ്ടത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല എന്ന് തോന്നിയ കവിതകളുണ്ടോ? അങ്ങനെ നിരവധി കവിതകൾ ഉണ്ടാവും. അതും എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലുണ്ടാവും. ഈ അവിടെ ജനങ്ങളുടെ ഒരു അല്ലെങ്കിൽ പൊതുസമൂഹത്തിൻ്റെ ഒരു കുഴപ്പമല്ല, അതൊരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ്. ഇപ്പോൾ പലപ്പോഴും സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഒരു കവിത, ഞാൻ എഴുതിയൊരു കവിത ഞാൻ ആദ്യം വായിക്കുന്നത് ഒരു പ്രത്യേക തരത്തിലായിരിക്കും. ആ കവിത അന്നത്തെ കാലത്ത്, ഞാൻ എഴുതി തുടങ്ങുന്ന കാലത്ത് നിരന്തരമായിട്ട് കവിത എന്ത് ചെയ്യും, മാസിക അയച്ചോളൂ. പ്രത്യേകിച്ച് മാതൃഭൂമിക്ക് അയക്കും, പ്രധാനമായിട്ട് അയക്കുക. അവിടെ നിന്ന് തിരിച്ചു വന്നാലാണ് വേറെ ആൾക്ക് അയക്കുക. അപ്പം മാതൃഭൂമിയിൽ നിന്ന് തിരിച്ചു വന്നു നോക്കിയ കവിത, തിരിച്ചു വന്നാൽ വീണ്ടും ഞാനൊന്ന് വായിക്കും. ആ രണ്ടാമത് വീണ്ടും വായിക്കുമ്പോൾ ആ കവിതയിൽ ഞാൻ കാണുന്ന ഒരുപാട് കുറ്റങ്ങൾ പുതുതായിട്ട് കാണും, കുറേ മാറ്റങ്ങൾ വരുത്തണമെന്ന് തോന്നും. ഇതേപോലെ തന്നെ ഒരു കവിത നമ്മളൊരു പൊതുവേദിയിൽ അവതരിപ്പിച്ചു നോക്കുക.
ആ പൊതുവേദിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു റിസൾട്ട് ഉണ്ട്, ഒരു എന്താ പറയുക, ഒരു ഫീഡ്ബാക്ക് ഉണ്ട്. ആ ഫീഡ്ബാക്കിനനുസരിച്ച് വീണ്ടും നമ്മൾ ഈ കവിത വീണ്ടും വായിക്കുമ്പോൾ നമ്മളുടെ ആദ്യ ധാരണ ശരിയല്ല എന്ന് പലപ്പോഴും തോന്നുന്നു. ചില കവിതകൾ അത്രയൊന്നും പ്രാധാന്യമില്ലാതെ എഴുതിയ ഒരു കവിത ജനങ്ങൾക്ക് ആവശ്യമുള്ളതായിരിക്കും, അവർക്ക് കൊണ്ടുവരും. അങ്ങനെയുള്ള ചില കവിതകൾ ഇപ്പോൾ പരിഷത്തിന്റെ കലാജാഥയ്ക്ക് വേണ്ടി തന്നെ എഴുതിയ ഇപ്പോൾ ഈ പുണ്യഭൂമിയുടെ തേങ്ങൽ എന്ന് പറയുന്നത് 2 കലാജാഥയിൽ പരിഷത്ത് നിരന്തരമായിട്ട് ഉപയോഗിച്ചു. ഇപ്പോഴും അന്വേഷിച്ച് നോക്കിയാൽ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് ഏതെങ്കിലും ഒരു കൊല്ലത്തിൽ ആരെങ്കിലും ഇത് അവതരിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നീയും നിന്റെ ഫ്രണ്ട്സും കൂടെ ഭരതനാട്യമായിട്ട് അവതരിപ്പിച്ചല്ലോ. കേരളത്തിലെ പല ക്ഷേത്രങ്ങളിൽ അവതരിപ്പിച്ചു, തുഞ്ചൻപറമ്പിൽ അവതരിപ്പിച്ചു, പല സ്ഥലത്തും. പിന്നെ നിങ്ങൾക്ക് കൽക്കത്തയിലേക്കൊക്കെ ഓഫർ കിട്ടി നിങ്ങൾ പോകാതിരിക്കുകയല്ലേ ചെയ്തത്. അതുപോലെ ഞാൻ കണ്ണൂരൊക്കെ തന്നെ പല സ്ഥലത്തും ഇത് പല വേദിയിൽ പല തരത്തിലുള്ള നാടകമായിട്ടും സംഗീത ശില്പങ്ങളായിട്ടും നൃത്തങ്ങളായിട്ടും ഒക്കെ അവതരിപ്പിക്കുന്ന രീതി. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ജനങ്ങൾക്ക് ആവശ്യമുള്ള അല്ലെങ്കിൽ ഒരു പ്രത്യേക തരത്തിലുള്ള പുരോഗമന ചിന്താഗതിക്കാരായിട്ടുള്ള രാഷ്ട്രീയക്കാർക്ക് മുഴുവൻ ആവശ്യമുള്ള ഒരു തീമാണ് അതിൽ ഡിസ്കസ് ചെയ്യുന്നത്. അങ്ങനെ ചിലപ്പോൾ വരും. അതേപോലെ ഒരു കവിതയാണ് വായനശാലയിലേക്ക് വരരുത് നീയൻ ദൈവം എന്നുള്ള കവിത. അപ്പോൾ അത് എഴുതിയ സമയത്ത് അത്രയൊന്നും അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഉൾക്കൊള്ളാണ്ടാണ് ഞാനത് എഴുതിയിരിക്കുന്നത്. എഴുതുന്ന സമയത്ത് ഉള്ള പ്രശ്നം എന്താ വെച്ചാൽ കെ.എൻ. പണിക്കർ, ഡോക്ടർ കെ.എൻ. പണിക്കർ അന്ന് ഞങ്ങളുടെ ഒരു ക്യാമ്പിൽ വന്നെടുത്തൊരു ക്ലാസ് ഉണ്ടായിരുന്നു. കലാജാഥയുടെ ക്യാമ്പാണ്. അതിൽ വന്നെടുത്തൊരു ക്ലാസ്. ആ ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ കണ്ടന്റ് എന്ന് വെച്ചാൽ നമുക്ക് പൊതു ഇടങ്ങൾ നഷ്ടപ്പെടുന്നു. നമ്മുടെ വെച്ചാൽ നമുക്ക് പണ്ടുള്ള കേരളത്തിൻ്റെ ഒരു സ്വഭാവം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എല്ലാ ഇടങ്ങളും പിന്നെ മതപരമായിട്ടുള്ള ഇടങ്ങളായിരുന്നു. നമുക്ക് പൊതുവായിട്ട് കാണാവുന്ന ഡാൻസ് ഇല്ല, പൊതുവായിട്ട് കേൾക്കാവുന്ന പാട്ടില്ല. എല്ലാ കലാരൂപം ജാതിക്കാർക്കാണ്, ഓരോ ജാതിക്കാർക്കാണ്. അത് മാറിയിട്ട് ഒരു 20ാം നൂറ്റാണ്ടിൻ്റെ ഒരു മധ്യകാലഘട്ടം ഒക്കെ ആയപ്പോഴാണ്, അല്ലെങ്കിൽ 21ാം നൂറ്റാണ്ടിൻ്റെ ഒക്കെ എത്തിയപ്പോഴാണ് നമ്മൾ എന്താവുന്നത് പൊതു ഇടങ്ങൾ ഉണ്ടാക്കിയെടുക്കുന്നത്, വളർന്നു വരുന്നത്. ആ പൊതു ഇടങ്ങൾ എന്ന് പറഞ്ഞാൽ എല്ലാ ആൾക്കാർക്കും ഒരുമിച്ച്, ഏത് ജാതിപ്പെട്ട ആൾക്കാർക്കും ഏത് മതത്തിൽപ്പെട്ട ആൾക്കാർക്കും ഒരുമിച്ചിരിക്കാം, നാടകം കാണാം, അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. അത് വീണ്ടും മാറി വരികയാണ്. പൊതുവിടങ്ങൾ നമുക്ക് നഷ്ടപ്പെടുന്നു. എങ്ങനെയാണ് നമുക്ക് പൊതുവിടങ്ങൾ നഷ്ടപ്പെടുന്നത്? നമ്മൾ ഒരു പ്രത്യേക മതക്കാർക്ക് ഒരു സ്കൂളാണ്, ഓരോ പ്രത്യേക ജാതിക്കാർക്ക് ഓരോ സ്കൂളാണ്. അപ്പോൾ അവരുടെ ആ ജാതിപ്പെട്ട കുട്ടികളൊക്കെ ആ സ്കൂളിൽ പോയി ചേരും. അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെ ആ കുട്ടികൾ കേൾക്കുന്നുള്ളൂ. ഞങ്ങളുടെയൊക്കെ സ്കൂൾ പഠിക്കുന്ന കാലത്തിൻ്റെ ഒരു പ്രതീക, ഞങ്ങൾ മാത്രമല്ല നിങ്ങൾ പോലും പഠിക്കുന്ന നമ്മുടെ യൂണിവേഴ്സിറ്റി സർക്കാർ സ്കൂൾ പഠിച്ച സമയത്തുള്ള പ്രത്യേകത, അതിൽ പിന്നെ വലിയ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുണ്ടാവും, വലിയ ദാരിദ്ര്യം കൂലിപ്പണിക്ക് പോകുന്ന ആൾക്കാരുണ്ടോ, മത്സ്യക്കച്ചവടം നടത്തുന്ന ആൾക്കാരുണ്ടോ, പ്രൊഫസറുടെ മക്കളുണ്ടോ, ഒക്കെ ഉണ്ടോ. എല്ലാ സമൂഹത്തിലെ എല്ലാ ആൾക്കാരുടെയും കൂടി ഒരു എന്താ പറയുക, ഒരു മിശ്രിതമായിട്ടുള്ളൊരു ഓഡിയനാണ്. ഇപ്പം അങ്ങനെയല്ല. കാശുള്ളവൻ പോകുന്ന ചില സ്കൂളുണ്ട്, അവിടെ മറ്റുള്ളവരും പോകാൻ പറ്റില്ല. അപ്പോൾ ഒരു സ്കൂളിലെടുത്ത കുട്ടി കാണുന്നതാണ് കാറിൽ വരുന്ന ആൾക്കാരെ മാത്രമേ അവൻ കാണുന്നുള്ളൂ. അവൻ്റെ സമൂഹം എന്ന് പറഞ്ഞാൽ കാറിൽ വരുന്ന ആൾക്കാരുടെ സമൂഹമാണ്, ബാക്കിയുള്ള ആൾക്കാർ അവൻ്റെ സമൂഹത്തിലില്ല, അല്ലെങ്കിൽ അവളുടെ സമൂഹത്തിലില്ല. ഇങ്ങനെ ഒരു ലൈഫ് ഉണ്ടല്ലോ. അതിൻ്റെ പലതരത്തിലുള്ള ഇമ്പാക്റ്റ് കേരളീയ സമൂഹത്തിൽ ഉണ്ടാകുന്നതിനെ കുറിച്ചായിരുന്നു കെ.എൻ. പണിക്കരുടെ ഒരു ക്ലാസ്. അത് മനസ്സിൽ വെച്ചുകൊണ്ടാണ് ഈ ദൈവം ആവശ്യമില്ലാത്ത, നമ്മുടെ മതവിശ്വാസം എല്ലാ ആൾക്കാർക്കും ഉണ്ടാവും, ഈശ്വരവിശ്വാസമുള്ള പല ആൾക്കാർ, പക്ഷെ ആവശ്യമില്ലാത്ത ഇടങ്ങളിലേക്ക് ദൈവം കയറി വരുമ്പോഴുള്ള പ്രശ്നം. അതിൻ്റെ ഒരു ഫിലോസഫിക്കൽ അപ്രോച്ച് എന്താ വെച്ചാൽ മതനിരപേക്ഷത നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മുടെ ഇന്ത്യയുടെ സെക്കുലറിസം എന്ന് പറയുന്നത്. ഇന്ത്യയുടെ സെക്കുലറിസത്തിനൊരു പ്രത്യേകതയുണ്ട്. ആ ഇന്ത്യയുടെ സെക്കുലറിസം, ഇപ്പോൾ സെക്കുലറിസം എന്നുള്ള വാക്ക് തന്നെ ഒരു ചരിത്രപരമായിട്ട് ഉണ്ടായി വന്നൊരു വാക്കാണ്. അപ്പോൾ ക്രിസ്തു മതത്തിലെ ബിഷപ്പുമാരുണ്ട്, പാതിരിമാർ, അവരുടെ ഒരു ആശയത്തിൽ നിന്നാണ് സെക്കുലാറിയ എന്നുള്ളൊരു വാക്കുണ്ടായി വരുന്നത്. അതായത് പള്ളിയിലച്ചന്മാരിൽ കല്യാണം കഴിക്കാൻ അവകാശമുള്ള പള്ളിയിലച്ചന്മാരും കുടുംബജീവിതത്തിന് അവകാശമില്ലാത്ത പള്ളിയിലച്ചന്മാരുണ്ട്. അപ്പോൾ കുടുംബജീവിതത്തിന് അവകാശം ഇല്ലാത്ത പള്ളിയിലച്ചന്മാരെ റിലീജിയസ് എന്നും, കല്യാണം കഴിക്കാവുന്ന കുടുംബം പുലർത്താവുന്ന പള്ളിയിലച്ചന്മാരെ സെക്കുലർ എന്നും പറഞ്ഞു. അങ്ങനെയാണ് ഈ വാക്കുണ്ടായത്, സെക്കുലർ. അത് കഴിഞ്ഞിട്ട് പിന്നീട് ഈ സെക്കുലറിസം എന്നുള്ള വാക്ക് 15ാം നൂറ്റാണ്ടിൽ നവോത്ഥാനത്തിൻ്റെ കാലമായിട്ട് യൂറോപ്പിലാണ് ഉണ്ടാകുന്നത്. ക്രിസ്ത്യൻ പാതിരിമാരും ക്രിസ്ത്യൻ മിഷണറിയും അതിന് പള്ളികളും മിഷണറിയും ഒക്കെ അങ്ങേയറ്റം ജനദ്രോഹപരമായിട്ട് പെരുമാറുകയും ശാസ്ത്രം പറയുന്നവരെ, സത്യം പറയുന്നവരെ തീയിലിട്ട് കൊല്ലുകയും, അങ്ങനെ ഭയങ്കര പീഡനത്തിൻ്റെ ഒരു റിസൾട്ടിന് പരമായിട്ട് മതത്തെ ആളുകൾ തള്ളിപ്പറയും. യൂറോപ്യൻ സമൂഹം മതത്തെ ഉപേക്ഷിക്കുകയും ചെയ്തപ്പം മതത്തെ ഒഴിവാക്കിയവരും ഏതൊക്കെ ഭാഗത്തുനിന്ന് പ്രപഞ്ചം ഉണ്ടാക്കിയത് ദൈവമാണെന്നുള്ള സങ്കല്പത്തിന് പകരം പ്രപഞ്ചം ഉണ്ടായി വരുന്നത് ശാസ്ത്രീയമായിട്ടുള്ളൊരു ബിഗ് ബാങ് തിയറി അടക്കമുള്ള ഒരു തിയറിയിലൂടെ വിശദീകരിക്കുന്നു. മനുഷ്യനെ സൃഷ്ടിച്ചത് ദൈവമാണെന്നുള്ളത് മാറിയിട്ട് മനുഷ്യൻ പരിണാമത്തിൻ്റെ ഫലമായിട്ട് ഉണ്ടായി വന്നതാണ് എന്ന് സ്ഥാപിക്കുന്നു. സാമൂഹ്യ ജീവിതത്തിൻ്റെ നേട്ടങ്ങളൊക്കെ ദൈവം ഉണ്ടാക്കിയാണെന്ന് പകരം അത് ഇവല്യൂഷനിലൂടെ വന്നതാണ് എന്ന് തിയറി തെളിയിക്കുന്നു. ഇങ്ങനെ ഈ പ്രധാനപ്പെട്ട എല്ലാ ഭാഗത്തുനിന്നും ദൈവത്തെ മാറ്റി ദൈവമില്ലാത്ത സെക്കുലറിസമാണ് യൂറോപ്യൻ സെക്കുലറിസം. അതല്ല ഇന്ത്യയിലെ നമ്മുടെ ഭരണഘടനയിലെ സെക്കുലറിസം. നമ്മുടെ ഭരണഘടനയിലെ സെക്കുലറിസം എന്ന് പറഞ്ഞാൽ ഒരുപക്ഷെ അമേരിക്കൻ സെക്കുലറിസമായിട്ടാണ് അതിന് കൂടുതൽ ബന്ധം. അവിടെ എല്ലാ മതമുണ്ട്, എല്ലാ വിശ്വാസങ്ങളുണ്ട്, പക്ഷേ അവർക്കൊന്നും ഭരണത്തിൻ്റെ സ്ഥിരാകേന്ദ്രങ്ങളിലേക്ക് പ്രവേശനമില്ല. നിങ്ങൾ ഏത് മതമാണെങ്കിലും പോലീസ് സ്റ്റേഷനിൽ മതം നോക്കേണ്ട ആവശ്യമില്ല, ആശുപത്രിയിൽ മതം നോക്കണ്ട, സ്കൂളിൽ മതം നോക്കരുത്, സർക്കാർ ഓഫീസിൽ മതം നോക്കരുത്. ഇങ്ങനെ മതം നോക്കാതെയുള്ള ചില പൊതു ഇടങ്ങളുണ്ടല്ലോ, ആ പൊതു ഇടങ്ങൾ ഉള്ളതും ബാക്കി സ്വകാര്യമായിട്ടുള്ള വ്യക്തിയുടെ സ്വകാര്യ ജീവിതത്തിൽ മതവും വിശ്വാസവും ഉള്ളതുമാണ് ഇന്ത്യൻ സെക്കുലറിസം. അതാണ് ഗാന്ധി കൊണ്ടുവന്ന സെക്കുലറിസം എന്ന് പറയുന്നത്. അപ്പം ആ സെക്കുലറിസത്തെയാണ് യഥാർത്ഥത്തിൽ വായനശാലയിലേക്ക് വരരുതേ നീയൻ ദൈവമേ എന്നുള്ള പാട്ട് അഡ്രസ്സ് ചെയ്യുന്നത്. ഇപ്പം ഇന്ത്യയുടെ മതനിരപേക്ഷതയുടെ ഡിഫൈൻ ചെയ്യുന്ന ഒരു പാട്ടാണ്. അതുകൊണ്ട് തന്നെ ആയിരിക്കും ഒരു പക്ഷേ
നമ്മുടെ ഒരുപാട് ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഷെയർ ചെയ്ത് ആ പാട്ട് ഇങ്ങനെ ഫേമസ്. അപ്പോൾ ഈ പാട്ട് എഴുതുന്ന സമയത്ത്, ഇതൊരു കലാജാഥയുടെ ഒരു ആവശ്യത്തിന് വേണ്ടി ഈ പാട്ട് എഴുതുന്ന സമയത്ത് ഞാനിത് അങ്ങനെ ആലോചിച്ചിട്ടേ ഇല്ല. സാധാരണ ഒരു പാട്ട് പോലെ അത് ആളുകൾ ഇഷ്ടപ്പെടുമോ ട്യൂൺ ചെയ്യുമോ എന്ന് പോലും അറിയാതെ ഒരു പാട്ട് എഴുതി കൊടുത്തു മാത്രമേ ഉള്ളൂ. അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിക്കാതെ അംഗീകരിക്കപ്പെടുകയും ചില കാര്യങ്ങൾ, ഇപ്പോൾ ചില കാര്യങ്ങൾ ഓരോ എഴുത്തുകാരനോ അല്ലെങ്കിൽ എഴുത്തുകാരിയോ ഉള്ളിനുള്ളിൽ സൂക്ഷിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഒരു എഴുത്തും പൂർണ്ണമായിട്ട് ആർക്കും മനസ്സിലാവില്ല. അത് എഴുതിയ ആൾ സഞ്ചരിച്ച ഒരു ലോകമുണ്ട്. ഇപ്പം ഞാനിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ വളരെ ഏറ്റവും ബഹുമാനമുള്ള പിന്നെ ഡോക്ടർ ടി പി കലാധരൻ മാഷയുടെ ചില്ലാട്ട കല്യാണം എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ചില്ലാട്ട കല്യാണം വാങ്ങിക്കുമ്പോൾ ഞാൻ ഫീൽ ചെയ്യുന്നുണ്ട്, മാഷ് അതിന് വേണ്ടിയിട്ട് എടുത്ത സ്ട്രെയിൻ ഉണ്ട്, മാഷ് കടന്നുപോയ വഴികളുണ്ട്. ഒരു 10-60 വർഷം മുമ്പത്തെ അല്ലെങ്കിൽ 100 വർഷം മുമ്പത്തെ സാമൂഹ്യ ജീവിതത്തെ തിരിച്ചു കൊണ്ടുവരുന്ന സമയത്ത് അതിലെടുക്കുന്ന ഓരോ വാക്കിനും വേണ്ടിയുള്ള തപസ്സുണ്ട്, ഓരോ ചിന്തയ്ക്ക്. അത് ആർക്കാ മനസ്സിലാവുക? അത് എഴുതുന്ന ആൾക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ളൊരു പ്രശ്നമുണ്ട്. എഴുതുന്നവർക്ക് മാത്രം പൂർണ്ണമായിട്ട് മനസ്സിലാവുന്ന ഒരു ലോകമാണ് എഴുത്തിൻ്റെ ലോകം. ചിലപ്പോൾ നമ്മൾ എഴുതുന്ന ആൾ ഉദ്ദേശിക്കാത്ത വേറെ ചില കാര്യങ്ങൾ പലർക്കും മനസ്സിലായേക്കാം, അതിനപ്പുറത്ത് മനസ്സിലായേക്കാം. പക്ഷേ ഇതിൻ്റെ എഴുതുന്ന സമയത്ത് നമ്മുടെ മനസ്സിലുള്ള പൂർണ്ണമായിട്ടുള്ളൊരു ചിത്രം വേറെ ഒരു വായനക്കാർക്കും കിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ വായനശാലയിലേക്ക് വരരുത് എന്നുള്ളതിൻ്റെ കാര്യമല്ല. അപ്പം അതെന്ന് പറഞ്ഞാൽ ആൾക്കാരിലേക്ക് പെട്ടെന്ന് എത്തുന്ന വരികളാണ്, പെട്ടെന്ന് ആൾക്കാർക്ക് മനസ്സിലാവുന്നത്. അപ്പം ഈ എഴുത്തിലെ ഒരു ലാളിത്യമുണ്ട്. അച്ഛൻ്റെ എഴുത്തിൽ എല്ലാവരും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന ഒരു കാര്യം, ഇപ്പോൾ മുക്കുറ്റിക്കവിൾ തൊട്ട് തലോടും കുഞ്ഞിക്കാറ്റിൻ കുളിർമൊഴിയിൽ നിന്ന്, അല്ലെങ്കിൽ ഇപ്പം മണ്ണപ്പം തട്ടിയിട്ട് പിണങ്ങി, അങ്ങനെ നമ്മൾ അച്ഛൻ്റെ പാട്ടുകളും പല പല കവിതകളും എടുത്ത എല്ലാത്തിലും കാണുന്ന ഇത്തിരി കുട്ടിത്തവും അങ്ങനെയുള്ള വരികളിലൊക്കെ എടുത്താൽ നമുക്ക് മനസ്സിലാവുന്ന ഒരു ലാളിത്യമുണ്ട്. അതേപോലെ തന്നെ തിരിച്ച് ഏറ്റവും അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് എക്സ്ട്രീമിൽ നിൽക്കുന്ന അവൻ ചുണ്ടു വിളർത്തി കരയുമ്പോൾ റൗക്കെ അഴിക്കരുത്, വെള്ളാരം കണ്ണുള്ള ആ വെളുത്ത കുഞ്ഞിന് മുല കൊടുക്കരുതെന്ന് പറയുന്ന അത്രയും കവിതയുടെ ഏറ്റവും എന്താ പറയുക ക്രീമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ശൈലിയും, അത് ഈ രണ്ട് എക്സ്ട്രീമും തമ്മിൽ അത് ഇത്ര വളരെ അനായാസമായിട്ടാണോ അച്ഛനത് കൈകാര്യം ചെയ്യുന്നത്, അല്ലെങ്കിൽ അതിൻ്റെതായ ഇപ്പം ലളിതമായിട്ട് എഴുതാനാണോ അച്ഛന് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നത്? നമ്മൾ ഓരോ ആളും എഴുതുന്ന സമയത്ത് അയാളുടെ മുമ്പിൽ ഒരു ഓഡിയൻ ഉണ്ട്. നമ്മൾ ഒരു സാങ്കല്പികമായിട്ട് ഒരു ഓഡിയനെ കാണുന്നുണ്ട്. അപ്പം പിന്നെ പ്ലാച്ചിമട എന്നുള്ള കവിത എഴുതുന്ന സമയത്തുള്ള ഒരു ഓഡിയൻ പരിസ്ഥിതി പ്രവർത്തകരായിട്ടുള്ള സമരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഓഡിയനാണ്. നേരെ മറിച്ച് ഇപ്പം നമ്മൾ നേരത്തെ നീ പറഞ്ഞ ഇപ്പം പിന്നെ മുക്കുറ്റി പൂവിൻ്റെ കവിളിലോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കവിതകളൊക്കെ എഴുതുന്ന സമയത്ത്, പിണക്കത്തിലുള്ള കവിതകളോ അല്ലെങ്കിൽ ഇപ്പോൾ പാഠപുസ്തകത്തിലുള്ള കവിതകളോ ഒക്കെ എഴുതുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു പ്രശ്നം വെച്ചാൽ കുട്ടികളാണ് എൻ്റെ മുമ്പിൽ വരുന്നത്. കുട്ടികൾ അതിൽ ഞാൻ ഒരു കവി എന്നുള്ള നിലക്ക് അല്ലെങ്കിൽ ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്ക് ഞാൻ എടുക്കുന്ന ഒരു ശ്രദ്ധ എന്താണെന്ന് വെച്ചാൽ ഭാഷയെ നിരന്തരം നവീകരിക്കുക എന്നുള്ളതാണ്. ഓരോ എഴുത്തുകാരനും എഴുത്തുകാരിയും ചെയ്തുകൊണ്ടിരിക്കുന്നത്, നല്ല എഴുത്തുകാരൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതായത് ഭാഷയ്ക്ക് ചെടിപ്പ് വരും, കുറേ ആൾക്കാർ പ്രയോഗിച്ചു കഴിഞ്ഞാൽ ഭാഷയുടെ ചെടിപ്പ് വരും. അപ്പോൾ ആ ഭാഷ ആ തരത്തിൽ പിന്നെ നമുക്ക് പ്രയോഗിക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുതിയ ഭാഷാരൂപത്തിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം കൂടിയാണ് നമ്മൾ നടത്തുക. അപ്പം പിന്നെ ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം അടുത്ത് കുഞ്ഞുട്ടനെ ഉറക്കാൻ വേണ്ടി തന്നെ എഴുതിയ ഒരു പാട്ടുണ്ടല്ലോ, തുള്ളി വരുന്ന മഴത്തുള്ളിയിലാണെങ്കിലും ശരി, ആ തുള്ളി വരുന്ന മഴത്തുള്ളിയിലൊക്കെ തന്നെ കിളി നനയുന്നത്, കിളിയും കിളിയുടെ പാട്ടും പാട്ടിൻ്റെ ഈണവും ഈ മഴ നനയുന്നു എന്ന് പറയുമ്പോൾ നമുക്കറിയാവുന്ന കളവാണെന്നുള്ളത്. പാട്ടിൻ്റെ ഈണമൊന്നും മഴ നനയാൻ പറ്റില്ലല്ലോ. അല്ലെങ്കിൽ ഇന്ന് പുലർച്ചെ ചെമ്പകമുട്ട് വിരിഞ്ഞൊരു ഭാഷയിലാവണം ഏത് പുതിയ ഓണപ്പാട്ട് എന്ന് പറയുന്ന സമയത്ത് ചെമ്പകമുട്ട് വിരിയുന്ന ഒരു ഭാഷയിൽ നമുക്ക് ഓണപ്പാട്ട് എഴുതാനും പറ്റില്ല. അപ്പം അത് നവീകരണമാണ്. നമുക്ക് ഇന്നലെ വരെ ചിന്തിക്കാത്ത ഒരു തരത്തിലേക്ക് ഭാഷയെ നവീകരിക്കുക, അത് വലിയ പ്രശ്നമാണ്. കാരണം നമ്മൾ എന്ത് എഴുതാൻ തുടങ്ങുമ്പോഴും ഇത് ആരൊക്കെയോ ഇങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ എന്നൊരു തോന്നൽ മനസ്സിൽ വരും. അത് സീരിയസ് ആയി എഴുതുന്ന എല്ലാ ആളുകൾക്കും വരും. ചിലപ്പോൾ നമ്മൾ എഴുതാതെ ദിവസങ്ങളോളം കാത്തിരുന്ന് പോയും ചില ആളുകളുടെ എഴുത്തിനുള്ള ആവശ്യങ്ങൾ നിരാകരിക്കുകയും ചെയ്യും. അപ്പോൾ ഇപ്പോൾ അടുത്ത് വന്നിരിക്കുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ, പാഠപുസ്തകത്തിൻ്റെ SCRTയിൻ്റെ പാഠപുസ്തക കമ്മിറ്റിയിൽപ്പെട്ട എൻ്റെ ഒരു സുഹൃത്തുണ്ട് ശ്രീനേഷ്. ആ ശ്രീനേഷ് ആവശ്യപ്പെടുന്ന ഒരു പാട്ട്, പക്ഷിയെക്കുറിച്ചൊരു പാട്ട് വേണം എന്ന് പറയുന്നത്, കിളികളെക്കുറിച്ച്, പാഠപുസ്തകത്തിന് അവർക്ക് കിളിക്ക്. അപ്പം ഞാനാണെങ്കിൽ കിളികളെക്കുറിച്ച് ആ ഒന്നാം പാഠത്തിലെ പുസ്തകത്തിൽ കുറേ പാട്ടുകൾ എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്ക് ഇനി എന്താ ഒരു പാട്ട്, വെറുതെ കിളികളെക്കുറിച്ച് എത്ര പാട്ട് വേണമെങ്കിലും എനിക്ക് എഴുതാം, അത് എൻ്റെ കയ്യിലുള്ള ഭാഷാരൂപം കൊണ്ട് എനിക്ക് എഴുതാം. പക്ഷെ അത് എഴുതിയാൽ ഞാൻ എന്നോട് ചെയ്യുന്നൊരു തെറ്റായിരിക്കും. ഒരു പാട്ട് ഞാൻ എഴുതിയാന്ന് പറഞ്ഞൊരു പാട്ട് അവതരിപ്പിക്കുന്ന സമയത്ത് അതിലുണ്ടാവുന്ന പുതുമയും ഇതുവരെ ആരും പറയാത്ത ഒരു കാഴ്ചപ്പാടും ഒക്കെ അതിൽ വേണം. കുറേ ദിവസം ഞാൻ ഇവൻ പറഞ്ഞ് ശ്രദ്ധിക്കാതിരുന്നു. പിന്നീട് എനിക്കൊരു ആശയം കിട്ടുന്നത് അത് വേറൊരു പാട്ടായിട്ട് ഇപ്പം ഞാൻ എഴുതി അവന് കൊടുത്തിട്ടുണ്ട്. ആ പാട്ടിൽ പറഞ്ഞാൽ കിളികൾ ഒരു മരത്തിൻ്റെ കൊമ്പിൽ 7 തരം നിറത്തിലുള്ള കിളികൾ കൂട് വയ്ക്കുന്നു. ആ 7 നിറത്തിലുള്ള കിളികളും ആകാശത്തേക്ക് 7 തരത്തിൽ പാടിക്കൊണ്ട് പറന്നു വരുന്നു. അവരുടെ നിറങ്ങൾ കലങ്ങിയ ആകാശത്തിലൊരു മഴവില്ലുണ്ടാവും. അപ്പം അത് ഒരു പുതിയ ചിന്തയാണ്. അത്തരത്തിൽ പുതിയ എന്തെങ്കിലും അവതരിപ്പിക്കുമ്പോഴേ നമുക്ക് നമ്മുടേതാവുന്നുള്ളൂ എന്നുള്ളൊരു പ്രശ്നമുണ്ട്. അപ്പോൾ കവിതയാണെങ്കിലും നമ്മൾ എന്ത് എഴുതുകയാണെങ്കിലും എൻ്റേതാക്കുക എന്നുള്ളത്, അത് എൻ്റെ ഒരു മുദ്രയുണ്ടല്ലോ, ഭാഷ കൊണ്ടാണെങ്കിലും എൻ്റെ ഒരു മുദ്ര അതിൽ വേണം. ആ എൻ്റെ മുദ്ര ഇല്ലെങ്കിൽ ഞാനത് കാണിക്കാൻ പോലും. ചിലപ്പോൾ പല ആൾക്കാരും മാഷ ഒരു നാടകം വേണമെന്നോ അല്ലെങ്കിൽ മാഷ ഒരു പാട്ട് വേണമെന്നോ എഴുതി ഞാൻ എഴുതിയിട്ടുണ്ടാവും, പക്ഷെ അവരെ കാണിക്കാത്ത എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ
എൻ്റെതാണെന്ന് പറഞ്ഞ് എനിക്ക് പ്രസന്റ് ചെയ്യാനുള്ള ഒരു അഭിമാന ബോധം അതില്ലാത്തതുകൊണ്ട് ചിലപ്പോൾ ഞാനത് കീറിക്കള അവരോട് ഞാൻ എനിക്ക് എഴുതാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് ഞാനത് കാണിക്കില്ല. അങ്ങനെ അത് പാലിക്കാറുണ്ട് ഇപ്പോൾ. ഇത് കുറച്ച് വൈയക്തികമായിട്ടുള്ള ഒരു ചോദ്യമാണ്. ലഘു എന്നുള്ള കവിതയെ കുറിച്ച് അച്ഛൻ എന്താണ്? എന്താണ് ഞാൻ പറയാന്ന് വെച്ചാൽ ഒരുപാട് അങ്ങനെ ഈ പറഞ്ഞ ശ്രദ്ധിക്കപ്പെടാതെ എന്നാൽ എൻ്റെ ഒരു പേഴ്സണൽ ഫേവറേറ്റിൽ ലിസ്റ്റിലുള്ള ഒരു കവിതയാണ്. അപ്പൊ അത് ഒരുപാട് ആൾക്കാർ അങ്ങനെ അതിനെ കുറിച്ച് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. അപ്പൊ അതുകൊണ്ടും കൂടിയിട്ടാണ് അച്ഛൻ എന്താണ് ആ കവിതയുടെ സാഹചര്യവും ആ കവിത എന്താണ് ആൾക്കാരിലേക്ക് പറയാൻ ശ്രമിക്കുന്നത്? ആ കവിതയുടെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ എൻ്റെ വല്ലാത്തൊരു ഒറ്റപ്പെടലാണ്. എന്ന് വെച്ചാൽ നമ്മളുടെ അഹമ്മതി കൊണ്ട് നമ്മൾ എടുക്കുന്ന ചില തീരുമാനങ്ങൾ സ്വയംപ്രധാനം കേട്ടോ. അതുപോലെയാണ് യൂണിവേഴ്സിറ്റിയിൽ ലക്ഷദ്വീപിൽ കുറച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉണ്ടാക്കണം. അപ്പോൾ അതിന് പോകാൻ വേണ്ടിയിട്ട് ആരും തയ്യാറില്ല. കാരണം ലക്ഷദ്വീപിൽ പോയിട്ട് ഒറ്റപ്പെട്ട് അവിടെ ഇങ്ങനെ കഴിയുക. അവിടുന്ന് കുറച്ച് കൊല്ലങ്ങൾക്ക് മുമ്പാണ്, ഒരു 2000-ലൊക്കെയാണ്. അപ്പോൾ അത്രയും നമുക്ക് പെട്ടെന്ന് അങ്ങനെ ആക്സസും ഇപ്പം പോലും പോയി വരാൻ ബുദ്ധിമുട്ടാണ്. നമ്മൾ വിചാരിച്ച മാതിരി പോയി വരാൻ പറ്റില്ല. അപ്പോൾ എൻ്റെ ഒരു അഹമ്മതി കൊണ്ട് ഞാനും എന്നെപ്പോലെ അഹമ്മദിയിൽ ഒരു 2 വേറെ ഒരു 3 പേര് അതിന് തയ്യാറാവുകയാണ്. അങ്ങനെ തയ്യാറാവുന്ന സമയത്ത് പോലും വീട്ടിൽ നിന്ന് വിട്ടു നിൽക്കുകയാണ്, കുട്ടികളെ കാണാൻ പറ്റില്ല, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളുണ്ടല്ലോ. അതൊന്നും ആലോചിക്കാതെ ഞാൻ അവിടെ പോയിട്ട് ലക്ഷദ്വീപിൽ പോയിട്ട് കവരത്തിയിൽ ചാർജ് എടുക്കുന്നത്. അതായത് അവിടെ ഒരു B.Ed കോളേജ് സ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ആദ്യത്തെ എന്താ പറയുക, അതിൻ്റെ രേഖ ആദ്യത്തെ ഡോക്യുമെൻ്റ് മുതൽക്ക് ഉണ്ടാക്കേണ്ട ഒരു ചാർജുള്ള ഓഫീസർ എന്നാണ് എനിക്ക്. അപ്പോൾ അവിടെ ഇങ്ങനെ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ മിസ് ചെയ്യുന്നുണ്ട്. ഞാൻ നിങ്ങളെ 2 പേരും, ഇപ്പോൾ ഗൗതമനെയും നിന്നെയും ഞാൻ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്, ഗായത്രിയും മിസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഞാനിങ്ങനെ പോകുന്ന സമയത്ത് ദീപിൻ്റെ ഒരു പ്രത്യേക കാഴ്ചയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ക്യാരക്ടറിനെ ഞാൻ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കുന്നു. നിങ്ങൾ 2 പേരും 2 വ്യത്യസ്ത സ്വഭാവമാണ്. അത് ഏട്ടൻ എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഭയങ്കരമായിട്ട് സംയമനാണ്, അങ്ങനെ ഒന്നും എതിർത്തൊന്നും പറയില്ല. മനസ്സിൽ എന്തെങ്കിലും വിഷമമുണ്ടെങ്കിൽ പോലും അതൊക്കെ സംയമനത്തോട് 10-60 വയസ്സായ ആളെ പോലൊക്കെ അങ്ങനെ ഒതുക്കി വെക്കും. അങ്ങനെയുള്ളൊരു ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള എന്ന് വെച്ചാൽ ഞാൻ എപ്പോഴും എൻ്റെ ഏട്ടനെ പറ്റി ഞാൻ എൻ്റെ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ ആളുകളോട് ഇൻ്റർവ്യൂലൊക്കെ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, നമുക്ക് സങ്കല്പിക്കാൻ പറ്റും ഒരു കുട്ടി ജനിച്ച് നമുക്ക് ചീത്ത പറയാനൊരു അവസരം കിട്ടിയില്ല. ഒരു കുട്ടിയെ നമുക്ക് എന്തിനെങ്കിലുമൊക്കെ ചീത്ത പറയാനുള്ള അവസരം കിട്ടുന്നേ, ചീത്ത പറയാനുള്ള ഒരു അവസരം അവൻ അവർ തന്നിട്ടില്ല. അതാണ് അവൻ്റെ ക്യാരക്ടർ. അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് അവൻ പോകുന്നത്. നീയാണെങ്കിൽ അവൻ്റെ ചീത്ത പറയാൻ അവസരം കിട്ടിയെന്നുള്ള അർത്ഥത്തില്ല ഞാൻ പറയുന്നത്, നേരെ മറിച്ചാണ്. എൻ്റെ എല്ലാ വികാരങ്ങളും പെട്ടെന്ന് പ്രകടിപ്പിക്കും. ദേഷ്യം വന്നാലും പിന്നെ സന്തോഷം വന്നാലും ഒക്കെ നേരത്തെ വിളിച്ച് പറയും. ഭയങ്കര പ്രകടനപരതയാണ് എല്ലാറ്റിനും. ഇഷ്ടമുള്ളതിന് ഇഷ്ടമില്ലാത്തതൊക്കെ വളരെ പെട്ടെന്ന് എന്നുവെച്ചാൽ ഒരു തെളിഞ്ഞ കണ്ണാടിയിൽ നോക്കുന്ന മാതിരി നമുക്ക് നിന്റെ മനസ്സറിയാൻ പറ്റും. മറ്റവൻ എന്താ ചിന്തിക്കും നമുക്ക് സങ്കല്പിക്കാൻ പറ്റില്ല. അവൻ ചിലപ്പോൾ മിണ്ടാണ്ടിരിക്കും, ഭയങ്കര ഉള്ളിൽ വലിയ വിഷമമോ സന്തോഷമൊക്കെ ഉണ്ടോ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ ഞങ്ങൾ ചിലപ്പം ഈ യുവജനോത്സവമൊക്കെ പങ്കെടുക്കുന്ന സമയത്ത് ഞങ്ങൾ ആദ്യം ഒരു തീരുമാനം എടുത്തിരുന്നു. യുവജനോത്സവത്തിൽ നിങ്ങൾ 2 പേരും പങ്കെടുക്കുമ്പോഴും അപ്പീൽ കൊടുക്കില്ല എന്നൊരു തീരുമാനം ആദ്യം എടുത്തത്. അപ്പോൾ സ്കൂളുകാർ ആരും നിർബന്ധിച്ചാൽ അപ്പീലില്ല, ജഡ്ജ്മെൻറ്റ് കറക്റ്റാണ്. എന്നാൽ പോലും നമ്മൾ സംസാരിക്കുന്ന സമയത്തൊക്കെ നമ്മൾ പറയല്ലോ എന്തായാലും കുട്ടനായിരുന്നു ഗൗതമനായിരുന്നു കിട്ടേണ്ടി പറയുമ്പോൾ അപ്പോൾ അവൻ നമ്മളെ സമ്മാനിപ്പിക്കും. അവൻ ചെറിയ കുട്ടിയാണ്. അച്ഛൻ ഞാൻ പാടിയത് അവിടെ ഉണ്ടല്ലോ, പാടിയത് ഇല്ലാതാവുന്നില്ലല്ലോ, അവർ ഫസ്റ്റ് ഒന്നില്ല വെച്ചിട്ട് എൻ്റെ പാട്ടില്ലാതാവുന്നുണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് വളരെ ഭയങ്കര ഫിലോസഫിക്കലോ. ഒരു ദിവസം അതുപോലെ തീവണ്ടിയിൽ പോകുന്ന സമയത്ത് ഞങ്ങൾ RSC ആണ്, ഞാനും അമ്മയുണ്ട്. RSC ആണ്, ഇരിക്കുന്ന സ്ഥലമില്ല. അപ്പോൾ കാല് നീട്ടാൻ പറ്റാത്ത തരത്തിൽ വലിയൊരു പെട്ടി ഒരാളവിടെ കൊണ്ടു. എനിക്കിങ്ങനെ കാലി വന്നിട്ട് ഞാൻ അവനോട് കലി തുള്ളി നിൽക്കുകയാണ്, ചീത്ത പറയും. അപ്പോൾ അവൻ അച്ഛൻ അങ്ങനെയല്ല പറയണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വളരെ പക്വതയാണ് ഉപദേശിച്ച്. അപ്പോൾ അതാണ് അവൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഇത് ഞാൻ ഈ പോകുന്ന സമയത്ത് ലക്ഷദ്വീപിൻ്റെ പ്രത്യേകത എന്താ വെച്ചാൽ, ലക്ഷദ്വീപിൻ്റെ പടിഞ്ഞാറ് ഭാഗത്താണ് ലഗൂൺ ഉണ്ടാവുക. എല്ലാ ദ്വീപുകളും അങ്ങനെയാണ്. പടിഞ്ഞാറ് ഭാഗത്ത് കിലോമീറ്ററുകളോളം നീളത്തിൽ വലിയ ശാന്തമായിട്ടുള്ള കടലാണ്. അതിൻ്റെ കാരണം എന്ന് വെച്ചാൽ ആ ചക്രവാളത്തിൻ്റെ അപ്പുറത്ത് നമുക്ക് കാണാൻ സാധിക്കും അവിടെ ഈ പവിഴപ്പുറ്റുണ്ടാവും, പവിഴത്തിൻ്റെ ഒരു കോട്ടയുണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിരന്തരം പവിഴമായിരിക്കും പടിഞ്ഞാറ് ഭാഗത്ത് മുഴുവൻ. അപ്പോൾ ശരിക്കും കടലിൻ്റെ അടിയിൽ കുറ്റിച്ചെടിയൊക്കെ ഉള്ള ഒരു കാട് സങ്കല്പിച്ച് നോക്കിയേ, അതുപോലെ ആയിരിക്കും പവിഴത്തിൻ്റെ ഒരു കാടായിരിക്കും. അപ്പോൾ ഒരു തിര വരുന്ന സമയത്ത് പോലെ അത് അവിടെ തടഞ്ഞ് പവിഴപ്പുറ്റിൽ തടഞ്ഞ് പിന്നെ ഇങ്ങനെ തടഞ്ഞിട്ട് ഒരു കുളം പോലെ ഇളം പച്ച നിറഞ്ഞ ശാന്തമായിരിക്കുന്ന ഒരു കടലാണ് ഈ പടിഞ്ഞാറ് ഭാഗത്തുള്ള കടൽ. അവിടെ ഒഴുക്കില്ല എന്നല്ല അർത്ഥം, ആ ഒഴുക്കിനെ സംയമനത്തോട് കൂടിയിട്ട് ഉള്ളിലെ പവിഴം തടയാണ്. നമ്മൾ കാണുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ, ഒഴുക്കുകളുണ്ട്. എന്നാൽ ഇപ്പുറത്താണെങ്കിൽ കിഴക്ക് ഭാഗത്തെ കടലാന്ന് പറഞ്ഞാൽ മറ്റേ ലക്ഷദ്വീപിലെ കടലിൻ്റെ പ്രത്യേകത 1500-2000 അടിയൊക്കെ താഴ്ചയാണ് അവിടുത്തെ കടലിൽ. അതായത് ഒരു പർവ്വതം ഉണ്ട്, ലക്ഷദ്വീപിലുള്ള ഒരു പർവ്വതമുണ്ട് കടലിൻ്റെ അടിയിൽ. ആ പർവ്വതത്തിൻ്റെ കൊടുമുടിയാണ് നമ്മൾ കാണുന്ന ഈ ദ്വീപ് എന്ന് പറയുന്നത്. ഞാൻ ആ അറബിക്കടലിലെ പവിഴക്കൊട്ടാരം എന്നുള്ള പരിഷത്തിറക്കിയ പുസ്തകത്തിൽ ഞാൻ അതിൻ്റെ വിശദാംശങ്ങൾ പറയുന്നുണ്ടല്ലോ. അപ്പോൾ ആ കൊടുമുടിയാണ് ഈ കാണുന്നത്. കൊടുമുടിൻ്റെ താഴെ എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഗ്ലാസ് ബോട്ടിൽ കയറിയിട്ട് ദ്വീപിലെ കടലിൻ്റെ പുറത്തിറങ്ങി കഴിഞ്ഞാൽ കാണാൻ പറ്റും 1500-2000 അടി താഴ്ചയാണ് കാണുക. എന്ന് വെച്ചാൽ നമ്മൾ ചുരം കയറി പോകുന്ന പോലെ ഉള്ള താഴോട്ടുള്ള ഒരു കാഴ്ചയാണ് കാണുക. അത് കിഴക്ക് ഭാഗത്ത് അത് അപ്പടി അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അപ്പോൾ തിര ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കും കിഴക്ക് ഭാഗത്ത്.
പടിഞ്ഞാറ് ഭാഗത്താണെങ്കിലോ വളരെ ശാന്തമായിട്ടുള്ള. അപ്പം ഞാൻ ഇതിൽ ഈ നിരന്തരം ഇങ്ങനെ പോകുന്ന സമയത്ത് ഇത് നിങ്ങളെ രണ്ടുപേരുടെയും നിങ്ങളെ രണ്ട് ക്യാരക്ടറായിട്ട് സങ്കല്പിച്ചിട്ട് ഒരു ഭാഗത്ത് ഭയങ്കര ദേഷ്യം പിടിച്ചാലും സന്തോഷം വന്നാലും ഒക്കെ ഇങ്ങനെ വിളിച്ച് പറയും സൂര്യനുദിക്കൊക്കെ ചെയ്യുന്ന ഒരു കടല്, മറുഭാഗത്ത് വളരെ ശാന്തമായിട്ടുള്ള എന്താണെന്ന് അറിയാത്ത ഒരു ലഗൂൺ. അങ്ങനെയുള്ള അതാണ് ആ ലഗൂൺ എന്ന കവിത യഥാർത്ഥത്തിൽ നിങ്ങളെ രണ്ടുപേരും അടയാളപ്പെടുത്തുകയാണ്. അങ്ങനെയാണ് ആ കവിതയുടെ പ്രത്യേകത. ഇതിങ്ങനെ അടയാളപ്പെടുത്തുമ്പോൾ എനിക്ക് അപ്പം തന്നെ എഴുതുന്ന സമയത്ത് തന്നെ എനിക്കറിയാം ഇത് ഈ അർത്ഥത്തിൽ മനസ്സിലാവുന്നത് അമ്മയ്ക്കല്ലാതെ വേറെ ആർക്കും മനസ്സിലാവില്ല. ഞങ്ങൾ മാത്രമല്ല ഇത് അങ്ങനെ ഷെയർ ചെയ്യുന്നുള്ളൂ. അപ്പൊ അങ്ങനെ ആർക്കും മനസ്സിലായിട്ടില്ലെങ്കിൽ പോലും അതിന് വേറെ ഒരു തലമുണ്ട്. അതായത് നിങ്ങളെ തീരെ അറിയാത്ത ഒരാൾ പോലും ലക്ഷദ്വീപിൽ പോയ ആൾക്കാർക്ക് അവർ കണ്ട കടലിന്റെ സ്വഭാവമായിട്ട് ഇതിനെ കാണാൻ പറ്റുമല്ലോ. അത്രയും പ്രാധാന്യം അവരതിന് കാണുള്ളൂ. നിങ്ങൾ വായിക്കുമ്പോൾ മാത്രമേ അതിന് നിങ്ങളെ കൂടെ അതിനുള്ളിൽ കാണാൻ പറ്റൂ.